പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ കടന്നു വരട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു. അനുദിനം നമ്മൾ കുരിശെടുക്കണം. അനുദിനം കുരിശെടുക്കുമ്പോൾ അത് സന്തോഷത്തോടെ ഈശോയുടെ സ്നേഹത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് ദൈവകൃപയായി കടന്നു വരുന്നത്. ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കോട്ടയം നവജീവൻ ട്രസ്റ്റിലെ ബഹുമാനപ്പെട്ട പി.യു. തോമസ് ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവം, അദ്ദേഹം അനേകം മാനസിക രോഗികളെ തെരുവിൽ നിന്നെടുത്ത് ശുശ്രൂഷിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കർത്താവ് കൊടുത്ത 5-ാമത്തെ ആൺകുട്ടി, 4 പെൺകുട്ടിയാണ്, 5-ാമത്തേത് ഒരു ആൺകുട്ടിയാക്കിയിട്ട് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞ് മന്ദബുദ്ധി കുഞ്ഞാണ്. തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ കൈകൾ വെച്ച് ഈ മനുഷ്യൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ഈ സഹനങ്ങളിലൂടെ അനേകം പാവപ്പെട്ടവർക്ക്, മാനസിക രോഗികൾക്ക് ആശ്രയം കൊടുക്കുവാൻ എൻ്റെ കരത്തിന് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പി.യു. തോമസ് ചേട്ടൻ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ആ സഹനത്തിലൂടെ കർത്താവ് ആ വ്യക്തിയെ വളർത്തി, നവജീവനെ വളർത്തി. ഇന്നൊരു ദിവസം 5000-ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുവാനും അനേകം മാനസിക രോഗികൾക്കും തകർന്നവർക്കും ആശ്വാസം നൽകുവാൻ കോട്ടയം നവജീവൻ ട്രസ്റ്റിനെ ഉയർത്തിയത് പി.യു. തോമസ് ചേട്ടൻ്റെ ദൈവം അനുവദിച്ച സഹനമാണ്. ഞാനത് പറയുന്നതിന് പിന്നിൽ ഈശോ നമുക്കെല്ലാവർക്കും സഹനം അനുവദിച്ചിട്ടുണ്ട്. വിവിധ സഹനങ്ങളാൽ വേദനിക്കുന്ന എല്ലാ മക്കളും ഈ സഹനങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സഹിക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിന് കാരണമാകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുന്നു. അതായത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകാം, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാനിതാ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സഹനങ്ങളെ നെഞ്ചോട് ചേർത്ത് അത് ദൈവാനുഗ്രഹമാക്കി മാറ്റാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.